തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. മേയർ തെരഞ്ഞെടുപ്പ് 26-നാണ്. പക്ഷെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ മേയർ ആരാകും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ വ്യാപകമാവുകയാണ്. തിരുവനന്തപുരത്ത് 100 അംഗ കൗൺസിലാണ് ഉള്ളതെങ്കിലും 100 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നിരിക്കുന്നത്. വിഴിഞ്ഞത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 12-നാണ്, ജനുവരിയിലാണ് നടക്കുന്നത്. ഈ 100 സീറ്റിൽ 50 സീറ്റ് BJPക്കാണ്, 48 സീറ്റാണ്, 29 സീറ്റ് LDFിനും 19 സീറ്റ് UDFിനും, 2 സീറ്റ് സ്വതന്ത്രർക്കുമാണ്. ഇവിടെ ഒരു സ്വതന്ത്രൻ BJPയുടെ കൂടെ നിൽക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് 100-ൽ 51 സീറ്റുമായി ഇനി വിഴിഞ്ഞം സീറ്റിലെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും 100-ൽ 51 സീറ്റുമായി അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. അത് സംബന്ധിച്ച ധാരണകളൊക്കെ ആയിക്കഴിഞ്ഞു എന്നവർ പറയുന്നു. പക്ഷെ ഇപ്പോഴും മാധ്യമങ്ങളിലൂടെ അങ്ങനെയല്ല എന്ന് പ്രചരിപ്പിക്കാനുള്ള കാര്യമായ ശ്രമങ്ങൾ നടക്കുകയാണ്. അവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ 2 സ്വതന്ത്രരെ കൂടെ നിർത്താൻ LDFും UDFും ശ്രമിച്ചിരുന്നെങ്കിലും അത് പാർട്ടി തലത്തിൽ അവർക്ക് എതിർപ്പുണ്ടായി. കാരണം ഇനി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഒരു ഭാഗത്ത് LDF ഉണ്ട്, മറുഭാഗത്ത് UDF ഉണ്ട്, മൂന്നാം ശക്തിയായി BJP ഉണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരത്തിന്റെ അല്ലെങ്കിൽ ജനവിധിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDFും UDFും ഒരുമിച്ച് ചേർന്നാൽ അത് ക്ഷീണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ ചർച്ചകൾ അത് പിന്നീട് മുന്നോട്ട് പോകാതിരുന്നത് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രചരണം 2 സ്വതന്ത്രരും കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, റിബലായി മത്സരിച്ചതാണ്. അയാൾ തിരികെ പാർട്ടിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അയാൾ തയ്യാറാണ്. രണ്ടാമത്തെ ആൾ ഒരു കടുത്ത CPM വിരുദ്ധനാണ്. CPM നേതാക്കൾ അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുക വരെ ചെയ്തിരുന്നു. അദ്ദേഹവും കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കും. പക്ഷെ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ UDFുമായിട്ട് ധാരണയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ BJPയെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി സ്വതന്ത്രന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് UDFും LDFും പിന്നിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് പിന്തുണ നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും എന്നുള്ളൊരു വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. ആ വ്യാജ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത അവർക്ക് ഡെപ്യൂട്ടി മേയറെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഡെപ്യൂട്ടി മേയറായിട്ട് ഒരു സ്ത്രീ സംവരണമാണ്, സ്വതന്ത്രന്മാരിൽ സ്ത്രീകൾ ആരുമില്ല, 2 പുരുഷന്മാരാണ്. പിന്നെയുള്ളൊരു സാധ്യത ഇതിൽ ഒരാൾ മേയറാവുകയും മറ്റൊരാൾ കോൺഗ്രസ് ഒരാളെ ഡെപ്യൂട്ടി മേയറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോൺഗ്രസിലെ ഘടകകക്ഷിയുള്ള ഒരാളുടെ ഡെപ്യൂട്ടി മേയറാക്കുക ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് UDFിനും LDFിനും പിന്തുണയ്ക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ തന്നെ UDFിന് എടുക്കാം. പക്ഷെ LDF ചെയ്യാൻ പോകുന്നത് 1ാം UPA സർക്കാർ മോഡലിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്നുള്ള രീതി അവലംബിക്കും. അതായത് സ്വതന്ത്രന്മാരും UDFുകാരും ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനം. LDFിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ യാതൊരു പങ്കും അവർ പറ്റുന്നില്ല. അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആവുന്നില്ല, ഡെപ്യൂട്ടി മേയർ ആവുന്നില്ല, ഒരു പോസ്റ്റും സ്വീകരിക്കുന്നില്ല. BJP അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി തങ്ങൾ ഒരു സംവിധാനത്തെ പുറത്ത് പിന്തുണയ്ക്കുന്നു. അതിൽ ചിലപ്പം സ്വതന്ത്രന്മാരുണ്ടാവും, ചിലപ്പോൾ UDF ഉണ്ടാവും. പക്ഷെ ഞങ്ങളും UDFും തമ്മിൽ ധാരണയില്ല. BJPയെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. ഇങ്ങനെയൊരു നിലപാട് CPM സ്വീകരിക്കും. എങ്ങനെയാണോ UPA സർക്കാരിനെ, അതായത് കോൺഗ്രസ് സർക്കാരിനെ, മൻമോഹൻ സിംഗ് സർക്കാരിനെ തങ്ങൾ പുറത്തുനിന്ന് പിന്തുണച്ചത് അതേപോലെ പിന്തുണയ്ക്കും എന്നുള്ളൊരു വാദമാണ് അവർ ഉയർത്തുന്നത്. പക്ഷെ ഇവിടെയും അവരുടെ വാദത്തിന് വൈരുദ്ധ്യമുണ്ട്. കാരണം എന്താണ്? CPI എന്ന് പറയുന്ന ഒരു സംഘടന 1ാം UPA സർക്കാരിന്റെ കാലത്ത് CPI മന്ത്രിസഭയിൽ ചേർന്നിരുന്നു. CPM ആണ് പുറത്തുനിന്ന് പിന്തുണ പിൻവലിച്ചത്. പിന്നീട് അമേരിക്കയായിട്ടുള്ള ആണവ കരാറിന്റെ ഒക്കെ പേരിൽ CPM പിന്തുണ പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷെ അന്നും ആര് കൂടെ നിന്നിരുന്നു? അന്നും CPI കൂടെ നിന്നിരുന്നു. പക്ഷേ ഇവിടെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി കൂട്ടുകൂടുന്നതിനെ CPI അനുകൂലിക്കില്ല എന്ന്
ആണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ സാധ്യതയും അടയുകയാണ്. അപ്പൊ ഇത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ്. കാരണം ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു സ്വതന്ത്രൻ പൂർണ്ണമായും BJP പക്ഷത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കൊടുക്കുന്നു. 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി 100 അംഗങ്ങളിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി BJP ഭരിക്കാൻ പോകുന്നു. അത് കേന്ദ്ര നേതൃത്വത്തെ തന്നെ BJP അറിയിക്കുന്നു. തങ്ങൾ പൂർണ്ണമായും ഭൂരിപക്ഷത്തോടുകൂടിയാണ് ഭരിക്കുന്നത്. ഇനി നടക്കുന്ന 101ാമത്തെ വാർഡിലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തോറ്റാലും ഇല്ലെങ്കിലും അത് ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് BJP വ്യക്തമായി പറയുന്നു. മറുഭാഗത്ത് LDF UDF തമ്മിൽ ധാരണയില്ല എന്ന് LDFന്റെയും UDFന്റെയും നേതാക്കൾ പറയുന്നു. പക്ഷേ മൂന്നാമതൊരു വാദമാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു സ്വതന്ത്രൻ മേയറാവുന്നു, UDFൽ നിന്ന് മറ്റൊരാൾ ഡെപ്യൂട്ടി മേയറാവുന്നു, UDFന്റെ പങ്കാളിത്തത്തോടുകൂടി ഭരണം നടക്കുന്നു, LDF പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണമാണ് വ്യാപകമായി നടക്കുന്നത്. ഇത് ഒട്ടും സംഭവിക്കാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സമാസമമാണ് വരുന്നത്. 100 അംഗങ്ങളിൽ 50-50 വരുന്ന സമയത്ത് സ്വാഭാവികമായും നറുക്കെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മാത്രമേ വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ. അതിനും ഇനിയും 2 ആഴ്ചയോളം സമയം പിടിക്കും. അപ്പൊ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണമായും അഭ്യൂഹവും കെട്ടുകഥയും ആണെന്നുള്ള ഒരു കാര്യം പുറത്തറിയിക്കാനാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത്.